ഒരു നോട്ടീസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ട് നിങ്ങളുടെ പലരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ നോട്ടീസിന് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പാർട്ടുകളായിട്ട് നമുക്ക് ഇതിനെ ഏറ്റവും ആദ്യം മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതിൽ ഏറ്റവും ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെറ്റർ നമ്പർ 2025 CE1 GNS/1 ന്യൂഡൽഹി 30/6/2025 എല്ലാ സോണിലെയും ജനറൽ മാനേജേഴ്സിനെ അയച്ച ഒരു ലെറ്റർ ആണ്. ഇത് ആക്ച്വലി അവരുടെ ഇന്റേണൽ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇത് ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ എന്താ ഇത് ലീക്ക് ആയി, അതാണ് സംഭവം. അപ്പൊ ഇതിൽ എന്തുവാ പറഞ്ഞേക്കുന്നത്? ജനറൽ മാനേജേഴ്സിനോട് പറഞ്ഞേക്കുന്നത് എന്താ? ക്രിയേഷൻ ഓഫ് അഡീഷണൽ സൂപ്പർവൈസറി ലെവൽ പോസ്റ്റ് ഇൻ ഗ്രൂപ്പ് സി ലെവൽ 6 ലെവൽ 7. അതായത് നമ്മൾ റെയിൽവേ ബോർഡ് എന്ത് ചെയ്തു? ഒരു പ്രൊപ്പോസൽ ഇറക്കി, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലിനെ എന്താ പറയുക, അതിന്റെ പ്രോസസ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതായത് കൂടുതൽ സൂപ്പർവൈസറി ലെവൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ എന്ത് ചെയ്തു? അതായത് ടെക്നിക്കൽ കാഡേഴ്സിൽ വരുന്ന ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സൂപ്പർവൈസറി ലെവൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രൊപ്പോസൽ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, റെയിൽവേ ബോർഡ് ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്താ പറയണ്ടേ, കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്താ അവരെല്ലാ സോണൽ റെയിൽവേ മാനേജേഴ്സിനും ലെറ്റർ അയച്ചു. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ദ ഫങ്ഷണൽ നെസസിറ്റി ഓഫ് അഡീഷണൽ സൂപ്പർവൈസറി പോസ്റ്റ് എന്താണ്, അതേപോലെ കറന്റ് ലോഡ് എന്താണ്, വർക്ക് ലോഡ് എന്താണ്, അതുകൂടാണ്ട് ഇത് നമ്മളിങ്ങനെ സൂപ്പർവൈസറി ലെവൽ നമ്മൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക സേഫ്റ്റിയിലും അതേപോലെ എഫിഷ്യൻസിയിലും. ഓക്കെ. അതേപോലെ ലോങ് ടേം ബെനിഫിറ്റ്സ് എന്താണ്. ഓക്കെ. അത് കൂടാണ്ട് നമ്മൾ ഇപ്പോഴത്തെ സാങ്ഷൻഡ് സ്ട്രെങ്ത് എത്രയാണ്, അതായത് ആക്ച്വൽ വർക്കിംഗ് സ്ട്രെങ്ത് എത്രയാണ്, എത്ര പൊസിഷൻസ് വേക്കന്റ് ആയിട്ടുണ്ട്, അതുകൂടാണ്ട് അപ്കമിങ് റിട്ടയർമെന്റ്സ് ആൻഡ് പ്രൊജക്ട് അപ്കമിങ് റിട്ടയർമെന്റ് എത്രയാണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് മാൻ പവർ ഗ്യാപ്സ് എത്രയാണ്. അതേപോലെ നമ്മൾ ഇനി പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ ട്രാക്ക് മെഷീൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന റിക്വയർമെന്റ് എത്രയാണ്. അതൊക്കെ ബേസ് ചെയ്തിട്ട്, അതായത് മെയിൻ ആയിട്ട് ഫീൽഡ് ലെവലിൽ, അതായത് പി വേ ബ്രിഡ്ജ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ട്രാക്ക് മെഷീൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ലെറ്റർ എന്ത് ചെയ്തു, എല്ലാ സോണിലും റെയിൽവേ ജനറൽ മാനേജേഴ്സിന് എന്താ 30 ജൂൺ 30 ഈ ഒരു ലെറ്റർ അയച്ചു. ഓക്കെ. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഇത് സൂപ്പർ ന്യൂമറി അല്ലെങ്കിൽ ഈ തസ്തിക സൂപ്പർവൈസറി ലെവലിൽ തസ്തിക സൃഷ്ടിക്കാനുള്ള കാരണം എന്താ? മെയിൻ ആയിട്ട് ഇലക്ട്രിഫിക്കേഷൻ, ഇഷ്ടംപോലെ ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നു. കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഷൊർണൂർ ടു നിലമ്പൂർ ഇലക്ട്രിഫിക്കേഷൻ നടന്നു. അതുപോലെ ചെങ്കോട്ട, കൊല്ലം പുനലൂർ ചെങ്കോട്ട പാത, അതൊക്കെ എന്താ ഇലക്ട്രിഫിക്കേഷൻ. അതേപോലെ രാജ്യത്തുടനീളം എന്താ ഇഷ്ടംപോലെ ഇലക്ട്രിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രൊപ്പോസൽ എന്ത് ചെയ്തു, നമ്മളുടെ റെയിൽവേ ബോർഡ് ഇനീഷ്യേറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, വിവിധ സോണൽ റെയിൽവേസിന് എന്ത് ചെയ്യാം, ഇതിന്റെ അവരുടെ ജനറൽ മാനേജേഴ്സിന് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രൊപ്പോസൽ നമ്മളിങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഫർണിഷ് ചെയ്യാൻ, ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത ലെറ്റർ ആണ് ഏറ്റവും അധികം കണ്ടേക്കുന്നത്. അതായത് ഈ ഒരു പോർഷൻസ് ഇവിടം വരെ ഉള്ള പോർഷൻസ്. അതിനുശേഷം നമ്മളുടെ IRST എന്ന് പറയുന്ന വോയിസ് ഓഫ് റെയിൽ, എന്താ പറയുക, ഇന്ത്യൻ റെയിൽവേ ടെക്നിക്കൽ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആണ് IRTSA എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അവരുടെ എന്താ പറയണ്ട ഒരു ജേണലിൽ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് റെയിൽവേ ബോർഡ് ഇനീഷ്യേറ്റ് ദ പ്രൊപ്പോസൽ ഫോർ ക്രിയേഷൻ ഓഫ് അഡീഷണൽ സൂപ്പർവൈസറി ലെവൽ പോസ്റ്റ് ഇൻ ടെക്നിക്കൽ കേഡേഴ്സ്. അപ്പൊ അതിന്റെ റെഫറൻസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡിന്റെ ലെറ്റർ നമ്പർ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ IRTSAയുടെ ടീം എന്താ റെയിൽവേ ബോർഡിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരൊരു മെമ്മറാണ്ടം പോലെ ഇറക്കിയതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അതായത് ആ ഒരു 10,000 വേക്കൻസീസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് എന്ത് ചെയ്തേക്കുന്നത്. ഈ അവര് IRTSA ടീം എന്ത് ചെയ്തു, പറഞ്ഞാണ് 10,000 പോസ്റ്റുകളെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ. അതായത് ദ പാർട്ട് ഓഫ് IRTSA മെമ്മറാണ്ടം ടു കേഡർ റീസ്ട്രക്ചർ കമ്മിറ്റി ഡിമാൻഡിങ് അഡീഷണൽ JE പോസ്റ്റ് ഓഫ് 10,000 പോസ്റ്റ് അറ്റ് ലെവൽ ഓഫ് ജൂനിയർ എഞ്ചിനീയേഴ്സ്. അതിന് കുറെ കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത്രയും കാരണങ്ങൾ ഉള്ളത് കൊണ്ട് 10,000-ലധികം എന്തിയാ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകൾ എന്തിയാ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ. അതിന്റെ കുറെ റീസണാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ.
അപ്പം ഈ ഒരു റീസൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു, IRTS എന്താ പറയുക, കാഡർ റീസ്ട്രക്ചർ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അവർ ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളാണ് ഈ 10,000 പ്ലസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു വൈറൽ നോട്ടീസിന്റെ മുമ്പിൽ ഉള്ളത്. അപ്പം ഇനി എന്ത് ചെയ്യാം, ഈ ഒരു മെമ്മറാണ്ടം അല്ലെങ്കിൽ ഈ IRTS പറഞ്ഞ സജഷൻസ് എന്താ അവർ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അത് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തുണ്ട്, സോണൽ റെയിൽവേസിനോട് എല്ലാ റീജിയണിലെയും അല്ലെങ്കിൽ എല്ലാ സോണലിലെയും റെയിൽവേസിലെ ജനറൽ മാനേജേഴ്സിനോട് ചോദിച്ച ലെറ്ററിന്റെ ഭാഗമായിട്ട് അവർ കറക്റ്റ് ആയിട്ട് അവിടെ റിപ്ലൈ കൊടുക്കണം. ഇനിയിപ്പം എന്തൊക്കെ അപ്കമിങ് പ്രൊജക്റ്റ് ആണുള്ളത് മെയിൻ ആയിട്ട്, അപ്പൊ അതിൽ എത്രത്തോളം മാൻ പവർ റിക്വയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര റിട്ടയർമെന്റ് ഉണ്ട്, അപ്പൊ റിട്ടയർമെന്റ് ഭാഗമായിട്ട് ഇത് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാണ്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെ അവർ തമ്മിലൊരു ഡിസ്കഷൻ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഫൈനൽ ഡിസിഷനിലായിരിക്കും എത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ചെയ്തത് ഈ ഒരു വൈറൽ നോട്ടീസിന്റെ കണ്ടന്റ്, ആകെ തുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു 10,000-ലധികം പോസ്റ്റുകൾ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് IRTS ഡിമാൻഡ് ചെയ്യാനുള്ള കാരണങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു A to I പോയിന്റ്സ് എന്ത് ചെയ്യാം അവരവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ആഡിങ് 10,000 പോസ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് JE വിൽ എൻഷുർ ബാലൻസ് ദ കാഡർ സ്ട്രക്ചർ ഫോർ ടെക്നിക്കൽ സൂപ്പർവൈസേഴ്സ് ആൻഡ് അവോയ്ഡിംഗ് ടോപ്പ് ഹെവി സ്ട്രക്ചർ. It will also ensure the promotion of qualified technicians and inductions of young new recruits. അതായത് ഈ 10,000 എന്ന് പറയുന്നത് എല്ലാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല, ജസ്റ്റ് പ്രൊമോഷനും കൂടി അതിൽ വരുന്നുണ്ടാവും. അതുകൂടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, വൺ ഒരു ജെയുടെ അണ്ടറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്ത് വർക്ക് ലോഡ് ഉണ്ട്, ചെന്നൈയിലൊക്കെ നല്ല വർക്ക് ലോഡ് ആണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇത് പ്രപ്പോസൽ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നല്ലൊരു വേക്കൻസി എന്താ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതുകൂടാണ്ട് നിങ്ങൾ പലരും ചോദിച്ചാൽ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക എന്നില്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല, അതിന്റെ ഇടയ്ക്ക് RRB ഒരു സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പുതിയ ഒരു പോസ്റ്റിലേക്ക് എന്താ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, സെക്ഷൻ കൺട്രോളർ, അതായത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇത് നമ്മളുടെ എക്സാം കലണ്ടർ ഇല്ലാത്ത ഒരു കാര്യമാണ് ഗ്രാജുവേഷൻ, സോറി, ഈ ഒരു സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. ടോട്ടൽ 34 വേക്കൻസി ആണ് ഓൾ ഇന്ത്യ വന്നേക്കുന്നത്. അതായത് ഓരോ സെക്ഷൻ, ഇപ്പൊ ഷൊർണൂർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത്ര, അല്ലെങ്കിൽ ഓക്കെ മൊത്തത്തില് RRB ചെന്നൈയുടെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ ഷൊർണൂർ ട്രിച്ചി വരുന്നുണ്ടാവും, പാലക്കാട് വരുന്നുണ്ടാവും, അങ്ങനെയൊക്കെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ആ ഒരു സെക്ഷൻ ഷൊർണൂർ ടു കാലിക്കറ്റ് അല്ലെങ്കിൽ ഷൊർണൂർ ടു മാംഗ്ലൂർ, എങ്ങനെയാണ് കറക്റ്റ് ആരും അറിയില്ല, ആ ഒരു ഓരോ ചെറിയൊരു സെക്ഷൻ കൺട്രോളേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പൊ ഇറക്കാൻ വേണ്ടി പോകുന്നത്. ഇത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്താണ് മനസ്സിലാക്കുന്നത്, NTPC-ലൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ എന്താ പറയുക അടുത്ത മാസം ഏറ്റവും അധികം വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാകുമ്പം അതിന്റെ ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ OIRMS പോർട്ടൽ വഴി വേക്കൻസി അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ എന്താ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് മിക്കവാറും പുറത്തിറങ്ങാം. എന്നിട്ട് എന്താ ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വരാം. പക്ഷെ നമ്മളെ കലണ്ടർ പ്രകാരം സെപ്റ്റംബറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ജൂലൈ ടു സെപ്റ്റംബർ എന്നുള്ള ടൈം പീരീഡിലാണ് ഉള്ളത്. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ വേണമെങ്കിൽ എന്താ ഒക്ടോബറിൽ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സെപ്റ്റംബറിൽ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സും വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.